അപ്പന് പ്രസാദം. എന്റെ മോൾ ഇത്ര കാലത്തെ കുളിയും ചെയ്വോ ഒക്കെ കഴിഞ്ഞു. നീ എന്താ എഴുന്നേക്കാഞ്ഞ്? ഓ, നേരാട്ട് കഴിഞ്ഞ് എത്തിയോടി ഉർവശിടാ, കൊച്ചു കാലത്ത് ഒരു നല്ല കാര്യം ചെയ്തു അവക്ക് വഴക്കാം. നിങ്ങൾ അവളെ വഷളാക്കുന്നത് എന്ത് ചെയ്താലും എന്റെ മോള്. നീ പോയ ചൂടുവെള്ളം എടുത്തോണ്ട് വാ. നീ എന്തായാലും എനിക്ക് പൊത്തിട്ട് തരാത്തെ? അപ്പന് മാത്രമേ പൊത്തുള്ളോ? നീ പോയി കുളിച്ചേച്ചു വാ, എന്നിട്ട് ഇട്ട് തരാം. അതെ, അപ്പം കുളിച്ചോ? നീ അതിന് അപ്പനാണോടെ എടുക്കാ? എന്നാ വെള്ളം. നിങ്ങൾ എങ്ങനെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ വിഷം കൂട്ടി കയറ്റുന്നേ? ഇടി വെമ്പറന്നോരെ, നിനക്ക് വല്ല വിവരവും ഉണ്ടോ? കള്ള് തന്റെ മതം കാട്ടും, കറുപ്പ് തന്റെ ബലം കാട്ടും, കഞ്ചാവ് 5 നിറം കാട്ടും എന്നാ പ്രമാണം. വിറക് കൂട്ടാൻ പോണോന്ന് വേണ്ടത് എന്താ? ബലം. അപ്പന് വ്യവധാനം. നീ പോണ ചൂല മക്കളെ, അപ്പൻ അങ്ങോട്ട് ഇറങ്ങുന്നേ. അപ്പ എന്റെ ധൂലിപ്പഞ്ചിന്റെ കാര്യം വരുമ്പം കൊണ്ടുവരാം. വെളുക്കുമ്പോ ചിരിച്ചും കളിച്ചും കൊണ്ട് പോയിക്ക. വൈകിട്ട് വരുമ്പേ 4 കാലം വന്നാ മതി കേട്ടാ. കല്ല് തന്റെ മതം കാട്ടു, കറുപ്പ് തന്റെ ബലം കാട്ടു, പിന്നെന്റെ തങ്കച്ചി കിട്ടി കഞ്ചാവ് 5 നിറം കാട്ടും. ഓ, പാടി പഠിച്ചോ മൊട്ടേന്ന് ഇരുന്നതിന് മുമ്പേ. പിള്ളേ, തങ്ക കുളി കഴിഞ്ഞ് വന്നില്ലേ? വന്നു, ഇപ്പോഴേ വരൂ. അവള് വൃത്തിയാണല്ലോ.
തങ്കച്ചി ഇട മോനെ കൊച്ചു കുട്ട വാ 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 ആയ് ആയ് ശരി കൊച്ചേ അതിനെ കരയിപ്പിക്കില്ലേ ഇട മോനെ ആയ് ആയ് നീ പോയി കാപ്പിയിട് കുട്ട വെറുതെ ഇരിക്കടാ നേരം വെളുത്തോണ്ട് തുടങ്ങിയ കളി ദാ അതുകൊണ്ട് കഴിക്കാം പേടിച്ചു പോയി പേടിത്തുണ്ട് കൂടുണ്ട് പെണ്ണ്. പെണ്ണോ? പിന്നെ നീ ആണാണോ? എന്നെ പെണ്ണെ ആണെന്നൊന്നും വിളിക്കണ്ട. എന്തോ വിളിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. അതെ അങ്ങ് പള്ളിയില് നിന്ന് ചിലക്കാതെ കാപ്പിങ്ങാണ് ഇപ്പൊ മനസ്സില്ല. ഇതായിരിക്കുന്നു വേണമെങ്കിൽ എടുത്തോ. തങ്കേ തങ്കേ എന്താ ആ സോപ്പ് നീ എടുത്തേ. സോപ്പ് 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 ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. അമ്മേ ഇന്ന് ചോറ് കൊടുത്തിറക്കണ്ട. എന്താ മോനെ? ഒരുപാട് ജോലിയുണ്ട്. കമ്പനി കയറി അത്യാവശ്യ കാര്യങ്ങൾ നോക്കിയിട്ട് ടൗൺ വരെ ഒന്ന് പോണം. ടാക്സിന്റെ കാര്യം തിരക്കണം. ലേബർ ഓഫീസിലൊന്ന് പോണം. പിന്നെ കുറെ പുസ്തകം വാങ്ങണം. എന്തിനാ കുഞ്ഞു പുസ്തകം? ഇപ്പൊ തന്നെ ഒരു 10,000 പുസ്തകം ഇവിടെ ഇരിക്കുന്നില്ലേ? അതല്ലമ്മേ, ഞാൻ പ്രൈവറ്റ് ആയിട്ട് BA പഠിക്കാൻ പോവാ. അപ്പു ടൗണിൽ പോണുണ്ടെങ്കിൽ ഒരു ടിന് ബേബി പൗഡറും ഒരു ബേബി സോപ്പും മേടിച്ചോണ്ട് പോരെ. മറക്കരുതേ. ഒരു ദോശ കൂടെ തട്ടെ. മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നോക്ക് നോക്ക്. ഒരാളെ കൂടെ അങ്ങോട്ട് ചെല്ലും.
എന്താ? ഒന്നുമില്ല. എന്താ തുറച്ചു നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പേടാ. ഇത് പേടൊന്നും അല്ല. പണിക്കിട്ട് എന്തിനാ വന്നേ? ഇച്ചിരി നെല്ല് കുത്തിക്കാൻ. അത് അപ്പുറത്തല്ലേ? ഓ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അല്ലെങ്കിലും അപ്പക്കുട്ടന് എന്നോട് ഒരു ഇഷ്ടമില്ല. എത്ര നാളായിട്ട് പറയുന്നു ഞങ്ങളുടെ അങ്ങോട്ടൊന്ന് വരാൻ. കാത്തു കാത്ത് കണ്ണ് കഴിച്ചത് മിച്ചം. എന്ന് വരും പറ? വന്നാ എന്തോ തരും. എന്ത് വേണമെങ്കിലും തരാം. ആ, ലോഡ് വന്നു തോന്നുന്നു. ഞാൻ പോട്ടെ. ആ, അങ്ങോട്ട് ഇറക്കി. എന്താ ഇത്ര വൈകി? അടുത്ത ലോഡ് വേഗം കൊണ്ടുവന്നോ. കേട്ടോ? ആളപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് വെറുതെ വരൂ. നിക്കണേ, ഞാൻ ഇപ്പൊ വരാട്ടോ. വേഗം വരണേ. ആ, സാറൊന്ന് ടൗണിൽ പോകുമ്പോ ആ ഇലക്ട്രിസിറ്റി ഓഫീസറൊന്ന് കയറാൻ മറക്കല്ലേ. ഞാനത് ഓർത്തു. ഇതെന്താ ഈ വഴിക്ക്? മലക്കറി മേടിക്കാം. ഇവിടെ മലക്കറി കച്ചവടമൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തോ കാര്യം? രഹസ്യമാണോ? കുഞ്ഞപ്പാ, എന്തോ ആ മരം കൊണ്ടുവന്ന വണ്ടിക്കാർക്ക് പൈസ കൊടുത്തു വിട്ടെ. ഇന്ന പൈസ. ശരി, ഇനി പറ, എന്തോ രഹസ്യം? കുഞ്ഞപ്പനെ പറഞ്ഞു വിട്ടപ്പോഴേക്കും രഹസ്യം അങ്ങ് മറന്നു. ആ, വാ. ഇതൊന്ന് പിടിച്ചു. പിടിച്ചോ പിടിച്ചോ. വലിയ ആളാ. മറ്റുള്ളവർ കാണുമ്പോ കളിയാക്കുന്നത് വലിയ മിടുക്കാന്ന വിചാരം. എന്റെ തങ്കക്കുട്ടി അങ്ങ് പിണങ്ങിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഒരു തമാശക്കാരൻ. കാര്യം എന്തെന്ന് പറ. 10:45 ഗോതമ്പ് എനിക്ക് പോകാനുള്ള പറ. എന്നാ ഞാൻ പോവാ. പിന്നെ പിന്നെ ടൗണിൽ പോകുമ്പോഴേ എനിക്കൊരു സാധനം മേടിച്ചു തരുമോ? നാളെ ഞാൻ അപ്പന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു തരാം. പൈസയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. സാധനം എന്താന്ന് പറ. എന്തോന്ന് പറ. എനിക്ക് പോവാൻ നേരമായി. പറയുന്ന എങ്ങനെ? പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ മേടിക്കുന്നേ? ഇത് അല്ല കൂത്ത്. എന്തോന്ന് പറ, എനിക്ക് പോരായി. പിന്നെ ഇത്രേ ഉള്ളോ? ഇതാണ് ഇത്ര രഹസ്യം? ഞാൻ പോവാ. ഇതാണ് അളവ്. അളവ് കൊള്ളാലോ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാ തങ്കേ. ആ കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല. ഏത് കൂട്ടുകെട്ട്? തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ പറയുന്നതങ്ങ് മുഴുവനും കേക്ക്. അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം. അവര് വലിയ ആളുകളാ. കാര്യം കഴിഞ്ഞാ അവര് കൈമലത്തും. പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ഇടപാടും ഞങ്ങൾ തമ്മിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, നീയും പെണ്ണ് ഞാനും പെണ്ണ്. നീ എന്നെക്കാൾ ഇളയതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കൊള്ളുന്നേ കൊള്ളു, തള്ളുന്നേ തള്ളു. കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് തെണ്ടാൻ. ഇങ്ങനെ ഒരുത്തനാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്. എങ്ങോട്ടാ കാലത്തെ? എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട്. ഈ നിമിഷം വരെ നാണിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കണ്ടില്ല. ഒടുവിൽ വഴിമധ്യേ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി. പ്രതീക്ഷ സഫലമായി. എന്നാ ചെല്ല്. ബാ കൊച്ചേ. പിന്നെ
ഒരു ലഘു നിവേദനമുണ്ട്. എന്ന് വെച്ചാൽ ഒരഭ്യർത്ഥന. അത്യാവശ്യമായി ഒരു 50 പൈസ കിട്ടിയാൽ കൊള്ളാം. ഒരു സുപ്രധാന യാത്രയ്ക്ക് വേണ്ടിയാണ്. എന്നാ പിടി. കൊണ്ടുപോയി തിന്നെ. ഭക്ഷണപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതല്ല ഈ വൻതുക. എന്തു പറയാനാ എന്റെ മോളെ, ഈ കവടി നേരത്തോ സംസ്കൃതവും പറഞ്ഞുകൊണ്ട് നടന്ന വയറെന്നറിയോ? അരി വാങ്ങാൻ കാശ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം. എന്ത് ചെയ്യാനാ? വേലുണ്ണൻ എങ്ങോട്ടാ കാലത്തെ തന്നെ? തങ്കക്കുട്ടിയുടെ മുഖത്തെന്താ ഒരു വാട്ടം? ചെവി കേൾക്കാൻ വയ്യായോ? എങ്ങോട്ടാന്നാ ചോദിച്ചു. എന്ന് വെച്ചാ കാലത്തെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് കയറി കണിയാൻ ചേട്ടനെ കാണാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ചെന്നപ്പോ പുള്ളി ഓട്ടില്ല, നാണിയമ്മയും ഇല്ല. പിന്നെന്താ ചെയ്യാനാ? ഇനി പോന്നു. നാണിയമ്മ ഈ പാവപ്പെട്ടോളെ ആർക്കും വേണ്ടല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറയൂ. ഒന്ന് ചിരിച്ചേ, ചിരിക്ക. ഞാൻ പോട്ടെ, എന്റെ ചാള ചീഞ്ഞു പോകും. അതല്ലേ ഞാൻ പോട്ടെ. പോട്ടെ. എന്റെ അടുത്ത് തോന്നിയ ദിവസം കാണിക്കരുത്, പറഞ്ഞേക്കാം. എന്താ കാര്യം? അതാ പിള്ളച്ചയുടെ സ്ഥലം അറിഞ്ഞൂടായോ? നിന്നെ പോലെ ആപ്പയിപ്പിക്കുന്ന ഇരിക്കാനുള്ളതല്ല. അതിനിപ്പോ ഒരു വന്നില്ലല്ലോ, വരുമ്പോഴെഴുന്നേറ്റാ പോരെ? ജീവൻ വേണേ എഴുന്നേറ്റു. അങ്ങേര് വന്ന ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല. ഒറ്റ വെട്ട തുണ്ടൻ കണ്ട. ഒന്നും കൂടെ ഇടിയാശാനെ. വരുന്നുണ്ടല്ലോ. നിങ്ങൾ മാറിയിരുന്നു. വെള്ളത്തിലിരിക്കെ. എന്താ ഉണ്ടോ പരമാ വിശേഷം? അങ്ങനെ കഴിയുന്നു. ഒന്ന് ഒഴിക്കട്ടെ കേട്ടാ. പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് ഓടിക്കതച്ചു വന്നത്? മരമോന്തയൊന്നുമല്ല. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ. ഷടേന്ന് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു. 4 എണ്ണം ഒറ്റ അടിക്കടിച്ച ക്ഷീണം മാറത്തില്ല. അതുപോലത്തെ പണിയായിന്ന് പണിത്. ആ ഗോവിന്ദപ്പിള്ള മൈസൂരിട്ട് തെക്കേ അതിരിക്കുന്ന ആഞ്ഞിലി നീ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോന്നോ? മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാ പറയുന്നതിന്. ഏത് കാലത്തെ പഴക്കമുള്ളതിലും കൊള്ളാം. ഒത്ത ഒരു സാധന 4 പേര് പിടിച്ചാൽ പിടിമുറ്റത്തില്ല. അവനെ അല്ലയോ 2 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ താഴെ ഇട്ടത്. രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക. എന്തുവാണ് കൊഞ്ഞ സന്ധിക്കുന്ന ചിലക്കണത്? ഞാൻ നാളെ ചെലുക്കുമല്ലോ. നാമം ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ ഇവിടെ. രാമ 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 രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ രാമ രാമ. അപ്പന്റെ തുള്ളി പെൻസിൽ എവിടെ? അപ്പൊ മറന്നുപോയി മക്കളെ. നാളെ ആട്ടെ. എണ്ണം കേട്ടോളെ. അപ്പം വിളിച്ചോ? നിന്നെയല്ല, നിന്റെ തള്ളേനെ. എവിടെയോള്? അകത്തുണ്ട്. ഇങ്ങോട്ട് വിളിക്കേ. അമ്മയുടെ അപ്പം വിളിക്കുന്നു. ഇതാ എന്നെ വിളിച്ചോ? വിളിച്ചോന്നെ. പിന്നെ നിന്നെ നന്ദനാണ് വിളിച്ചേ. എന്തുവാ? എന്തുവന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? മൂദേവി പോയി ചുള്ളെടുത്തോ അടി. എഴുതി വന്നിരിക്കുന്നു കയ്യും വീശി. പിന്നെ എന്തുവാ വീശേണ്ടത്? നിന്റെ വെഞ്ചാമരം പോയി ചുള്ളെടുത്തോ അടി. ഓ ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ കൊട്ടോടി. അതിന്റെ പുറത്തുനിന്ന് ഇത് കഴുത്തിയാൻ അറിഞ്ഞോടയും. അതാ ഇതിലും ഭേദം. ഇത്രയും ചാരായം കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്ത് നീ കറുപ്പും. വേണ്ട, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. ഇടി കൊള്ളേണ്ടത് ഞാനാ. മനസ്സിന്റെ ഇപ്പം വെള്ളം തരാം.
ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാൽ തരാതെ ഉള്ള മുഴുവൻ മത്സ്യം തിന്നാൻ വേണ്ടി മൂദേവി നീ തരത്തില്ലല്ലേ? പിന്നെ കൊമ്മാലും തരത്തില്ല. നീ തരത്തില്ലല്ലേടി ആറുവാണിച്ച് അത് ഇങ്ങോട്ട് തള്ളയാ. എന്താ നീ കളിക്കോ മൂദേവി നീ കളിക്കോ എല്ലടി നിന്നെ ഇനി ഞാൻ മാറിയില്ലേ ഇവിടെ ഇനി ഞാൻ കൊന്നിട്ടേ എണ്ണം കിട്ടവളെ കളിക്ക് ഓ മോള് കുഞ്ഞിനെ ഉറക്കുകയാണ്. ശബ്ദം ഒന്ന് കുറച്ചാ വേണ്ടില്ല. വെറുതെ ഇരിക്കപ്പാ, അയൽവക്കത്ത് മനുഷ്യരുണ്ട്. ആ എന്നാ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഇല്ലേ ഇനി ഞാൻ കമാന്നും മിണ്ടത്തില്ല. ഇവിടെ വന്നിരുന്നേ. അമ്മേ കാലമണി വീട്ടിൽ വിട്ട് ചാകത്തേ ഉള്ളൂ. നോക്ക് തങ്കേ, അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ? അപ്പൊ വീട്ടിൽ നിന്ന് പോയാ പിന്നെ ആരാ ഉള്ളത്? അത് ശരിയാ. അല്ലെങ്കിലും എന്തിനാ ചേച്ചി ഒരുപാട് പൈസ? മില്ലും സ്വത്തും ഒക്കെ ഇല്ലേ? അതുപോരെ? അതെ, നമ്മുടെ പുള്ളിക്കാരനും അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? അപ്പോ നാളെ ശനി, സെക്കൻഡ് സാറ്റർഡേ. വാവച്ച് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴിലിട്ട് പോകാം. ഇന്ന് എന്താ ചേച്ചി വിശേഷം? ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസമാ. അമ്മ എന്താ ഉണങ്ങില്ലേ? വേണ്ട വേണ്ട, ഞാനും രുക്മിണിയുടെ പിന്നെ ഉണ്ടോളാം. പുതുമയൊന്നും വേണ്ട, എല്ലാം പതിവും പാരമ്പര്യം പോലെ അങ്ങ് നടന്നേച്ചാ മതി. ആ ചന്ദ്രനും 2 ദിവസം കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോ അമ്മേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. എനിക്കും. നീ മിണ്ടായിരിക്കടാ, ആഹാരം കഴിക്ക. എന്തൊക്കെയുണ്ട് തങ്ക വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നീയല്ലേ വിശേഷം പറയേണ്ടത്? എനിക്കെന്തോ അമ്മ വിശേഷം? മാട് പോലെ പണിയെടുക്കും, 1-ാം തീയതി ശമ്പളം പറ്റും, അത്ര തന്നെ. ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. പിന്നെ പിന്നെ ആലോചിക്കും. അപ്പോ നീയാണോ ഭർത്താവ്, ഞാനോ? അത് ശരിയാ, അലയുടെ ചോദ്യം. കാണുമില്ലല്ലോ. വല്ലവരും കാണും, വെറുതെ തങ്കേ, ചേട്ടന് ഇത്ര വെള്ളം കൊണ്ട് കൊടുക്ക. അതിനെവിടെ ചേട്ടൻ? അപ്പുറത്തുണ്ട്. കണ്ടോ, കുരുത്തക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. ഇതൊക്കെ ഒരു രസമല്ലയോ? അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. അപ്പോ അപ്പോ തങ്കേ, എന്റെ മുറിയിൽ ഇത്തിരി ചുക്കൊള്ളാൻ പറ്റാക്കണം കേട്ടോ. കൊള്ളാൻ. ഒരു നാണമില്ലേ കുട്ടൂടിയാണ്? നിനക്കല്ലയോ നാണോ ഇല്ലാത്ത? അതെ അതെ. പോട്ടേടി പൊട്ടക്കുതിരെ, പറഞ്ഞത് മറക്കരുതേ. അത് ഞാൻ ഏറ്റു. ആത്മാവിന് സ്വല്പം പുക തരൂ. നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. പോട്ടെ. ഓ, സാറ് എപ്പോ വന്നു? 2 ദിവസമായി. എന്തൊക്കെയുണ്ട് പോലും? ഒന്നുമില്ല, കണിയാൻ ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാണ്. എപ്പോ ചെന്നാലും പുള്ളിക്കാരൻ അവിടെ കാണത്തില്ല. ഇത്ര രാവിലെ വന്നപ്പോഴും അവിടെ ഇല്ല. എന്തേന്ന് ചോദിച്ചു, അത് രാവിലെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്, ചെല്ലട്ടോ. അതെ സാറ് ചുമ്മാ നടക്കാം. എന്താ കുഞ്ഞെ, സുഖമാണോ?
ആ എറിഞ്ഞു വാട്ടാതെ കേറി പെരടാ കൊഞ്ഞ നീ ഏതാ കൊഞ്ഞ് കൊത്തൂതി അടിച്ചാണ്ടല്ലോ തതും തതും നിന്റെ അപ്പൻ എന്തേടാ അതുമില്ല തങ്കച്ചേ ഉള്ളൂ. തങ്കേച്ചെന്ന് വിളി എന്തിനാ? വിളിക്കേ. അയ്യോ തങ്കം കൊടവല്ലയോ. ആ ആ ഞാൻ മുക്കിലെ കടയിൽ പോയി മുട്ടായി മേടിച്ചു വന്നു. തങ്കച്ചി തങ്കച്ചി ഓടണ്ട, അതൊക്കെ നടന്നു പോയാ മതി. എന്താ? അല്ല അപ്പനെ ഒന്ന് കാണണമായിരുന്നു. അപ്പം വേലക്ക് പോയി. അല്ല തങ്കക്കുട്ടി ആകെ അങ്ങ് ഉടഞ്ഞല്ലോ. അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ വിരോധം? ഞാൻ അപ്പന് ചാരാൻ കൊടുക്കുന്നുണ്ടാണോ? തങ്കക്കുട്ടി പറഞ്ഞാൽ ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചേക്കാം. എനിക്ക് ആരോടും വിരോധമില്ല. ആണെങ്കിൽ പറ, ഞാൻ ഈ ചാരായം വിൽപ്പന അങ്ങ് നിർത്തിയേക്കാം. സ്നേഹമുള്ളവർ പറഞ്ഞ എന്തും ചെയ്യുന്നവനാ ഈ വേലു. എന്ത് വേണേ ചെയ്തു, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണിയായാലും ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് എല്ലാ പണിയും അറിയാം. ഇവിടെ ആരുടെ സഹായം ഒന്നും വേണ്ട. ചേട്ടാ ഇതൊരു സ്നേഹമില്ലാത്തതുപോലെ. ഗോപി ഗോപി എടാ ഗോപി, ചെറുക്കൻ എവിടെ പോയി? മുട്ടായി മേടിക്കാൻ പോയി. തങ്കക്കുട്ടിക്ക് മുട്ടായി ഇഷ്ടമാണോ? എനിക്ക് മുട്ടായി മിഠായി ഒന്നും വേണ്ട. പിള്ളച്ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ, ഒരത്യാവശ്യ കാര്യമാ. എന്തെന്ന് ചോദിച്ചു, കാലത്തെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം എന്താ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരുഷമുണ്ട്, ചെല്ലട്ടെ. എനിക്ക് മൊത്തമായി കിട്ടിയില്ല, ഞാൻ പള്ളിക്കുട്ടി പോകുമ്പോ മേടിച്ചോളാം. എന്താ കൊത്തുന്ന മുഖത്തൊരു വാട്ടം? തങ്കച്ച് വന്നില്ലയോ? എന്താ അവള് ചീത്ത പറഞ്ഞോ? പുറം കൊച്ചു ഞാൻ നീ വിളമ്പി, ഞാൻ തീർന്നിച്ചു വരാം. എനിക്കിന്നങ്ങ് രസിച്ചു. മുതലാളി തൊഴിലാളിയായല്ലോ. നിനക്കേടെ പലതും രസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കൊട്ടുടി എവിടെയെല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതായത് അപ്പനെ കാണാൻ വന്നതാ. അപ്പല്ലാത്ത ആക്കാൻ നോക്കി അപ്പനെ കാണാൻ വരിക. മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് വരിക്കരുത്. അപ്പു നീ ഒന്ന് വെറുതെ ഇരിക്കും, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. അയാൾ എന്നെ കാണാൻ വന്നതാ. ആർക്കാ ചേതം? അത് ഞങ്ങളുടെ ഇഷ്ടമാ. നിങ്ങളുടെ ഇഷ്ടം? തങ്കേ എന്താ പേടിപ്പിക്കുന്നു? ഞാനാരും പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പു നിന്റെ പാതിന് പോ. അപ്പു വന്ന് ചോറുണ്ടപ്പോ? വേണ്ട, നീ ആ കൊട്ടുടി കൊണ്ടു കൊടു. അയ്യേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ അപ്പുനെ ചൊടിപ്പിക്കാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം. അപ്പു, എന്റെ അപ്പുന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. വാ അപ്പു, എന്റെ അപ്പു അല്ലേ, വാ വന്ന് ചോറുണ്ണ്. അപ്പു വന്ന് ചോറുണ്ണ്, ഇല്ല ഞാൻ കരയും. ഓം ഗണപതേ നമ. എന്താ കണിയൻ ചേട്ടാ? ശാന്തമായിരിക്കൂ, ശല്യപ്പെടുത്താതിരിക്കൂ. ഞാൻ കാണട്ടെ. അതാ അതാ
അതാ ഏതാ? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നു. ഈ ഗോപാലഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ സംഭവിക്കുകയില്ല. പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ. ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അറിയാമോ? ആരാ? നാണി എന്ന ഭാര്യ എന്ന സ്ത്രീ. കനകം, സ്വർണം, പൊന്ന്, തങ്കം, തങ്ക എന്ന പ്രതിയുടെ ഏറൽപ്പം കുറഞ്ഞിട്ടില്ലേ? ആ, എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ. അതാ അതിന്റെ കാര്യം. ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണേ അനുഭവപ്പെടും. ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം. ഉള്ളതാണോ ചേട്ടാ? സംശയം അരുത് ബാലക. ഒന്നുകൂടി ഒഴിക്കൂ. എടാ ഊപ്പേ, ആ കാശ് കിട്ട. എന്താണെന്ന് വന്നവനെ വരട്ടുന്നത്? കാശില്ലെങ്കിൽ ആ മീനോട് വെച്ചേര്. മീൻ തീരെ കിട്ടുന്നില്ല അണ്ണാ. പിന്നെ നിന്റെ ഇരിക്കുന്ന എന്തുവാ? മാനാന്നോ? കാലത്ത് തുടങ്ങി പരിധി നടന്നിട്ട് ആകെ കിട്ടി. കൊണ്ടുവാ. ആ, നിന്റെ പറ്റിൽ ഒരു 3 രൂപ വരെ വെച്ചേക്കാം. അയ്യോ, അതിൽ 5-8 രൂപയ്ക്കുള്ള മീനുണ്ട്. ആ ഓർഡർ 5 രൂപ. നഷ്ടമാണ്. നിനക്കിപ്പോ വേണോ? അതിനാ വന്നത്. ആ, അണ്ണാ, ഒന്നും കൂടി. ആ വന്നാട്ടുള്ള ചേട്ടാ. വെള്ളച്ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇരുന്നാട്ടെ. നീ ഒഴിച്ചോ. ഒഴി. എന്താടാ നീ മീൻ കച്ചവടം തുടങ്ങി? അയ്യോ എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഇല്ല, പോയവന്റെ ഒന്ന് പൊന്നുമല കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിട്ടാ? ആർക്കാ? ചേട്ടന്. അല്ലാതെ ആർക്കാ? ചേട്ടന് മീൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്കെന്തിനാ? എനിക്ക് വീടോ കൂടിയോ ഒറ്റ ഉണ്ടോ? വെച്ച് തരാൻ ആളുണ്ടോ? ആരാ? നീ ഒന്നുകൂടെ ഒഴിക്ക്. അയ്യോ എന്റെ ചേട്ടാ, സാധനം തീർന്നു. നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഇവന്റെ പറഞ്ഞ തേവരാണ് സത്യം. ആ കണിയാൻ ചേട്ടനും പരമനും കൂടെ. നിന്റെ അമ്മയുടെ പരമൻ ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞൂടെ? ചേട്ടൻ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ഇതും കൊണ്ട് അങ്ങോട്ട് നടന്നാട്ടെ. ചേട്ടൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ സാധനമായിട്ട് അങ്ങെത്താം. അത് ശരിയാ, മീൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടി നിന്റെ ചാപ്പാട്. മീൻ വറുത്തത് 1-ാം തരം. തങ്കമ്മ വറുത്തായിരിക്കും. അതിനിത്തിരി പുളിക്കും. ഇതുപോലെ മീൻ വറുത്തെടുക്കണെങ്കിലേ അവളിന് 7 ജന്മം ജനിക്കണം. എന്റെ ബമ്പർന്നുള്ള കൈ കൊണ്ട് എന്തു വെച്ചാലും അതിന് ബഹുരുചിയാ. അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. നീ ചെന്നേ ആ മീൻകറി ഇങ്ങ് എടുത്തോണ്ട് വാ. പാവമാ, പക്ഷേ എങ്കിൽ മഹാമൂശേട്ടയാ. നീ ഇത്തിരി ഒഴിച്ചു കൊടുത്തില്ലയോ? അതിന് സന്തോഷ. പിന്നെ ശരിക്ക് തീറ്റി തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷ. തിന്നിട്ട് വരടാ കൊഞ്ഞ. പോരാ കൊത്തൂതി ഒട്ടുകൂടി അണ്ണാന്നിട മരപ്പെട്ടി. പോട്ടക്ക, അവൻ അറിവില്ലാത്തവനല്ലയോ? നീ അതില്ലാത്ത. അക്ക വല്ലതും കഴിക്ക്, വയറ് കത്തത്തില്ലയോ? മറ്റവൻ ശകലം ചെന്നിട്ടുണ്ടകത്ത്. എന്റെ മോള് വന്നാലേ ഞാൻ വലുതും കഴിക്കും. അവളില്ലെങ്കിൽ എനിക്ക് തിന്നാൽ ഇറങ്ങത്തില്ല. ഒന്നുകൂടെ ഒഴിക്കട്ടോ അക്ക, ശരീരത്തിന് നല്ലതാ. എന്നാലും അക്ക കുടി കൊച്ചു ചെന്ന എഞ്ചിരി. തങ്കമ്മ എവിടെയാക്ക?
അങ്ങലോട്ട് അങ്ങനെ കേറി കാണും. ഇപ്പൊ വരും. നീ വിളിച്ച് അടിക്കും മോനെ. ഇത്തിരി അയ്യടാ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എന്നെ ആക്കാൻ നിർബന്ധിച്ച വെള്ളം ഇങ്ങടെ കൈയൊന്ന് എഴുതട്ടെ. അല്ല, ചേട്ടൻ നിർത്തിയോ? ആ, ഞാൻ നിർത്തി. നീ എന്താ പോന്നു? അവിടെ മീൻ വെക്കുന്നതിന്റെ മറക്കുന്നതിന്റെ ബഹള. അതിനിടയിൽ ഞാനിങ്ങ് ഓടിപ്പോന്നു. അമ്മ വിളമ്പിത്തരുന്ന ഈ ചോറ എനിക്ക് ലോകത്തിലേക്കും വെച്ച് വലുത്. അല്ലെങ്കിൽ നീ എന്റെ മോളല്ലേ? അതെ അതെ, പൊന്നാര മോള്. നീ എന്താടാ കള്ളന്മാരെ പോലെ പമ്മി പമ്മി? ഞാൻ കള്ളായതുകൊണ്ട്. കൊതിയ അമ്മ. ഗുഡ് നൈറ്റ്. പോട്ടെ. ഗുഡ് നൈറ്റ്. ഞാൻ കോരിത്തരാം. വേണ്ട. പിന്നെ ഞാൻ ഇന്നിവിടെ കിടക്കുന്നത്. തങ്കമ്മയുടെ അമ്മ പറഞ്ഞു എന്നോട് കിടന്നോളാൻ. തങ്കമ്മയ്ക്ക് ഇഷ്ടമാണോ? ആ, പിന്നൊരു കാര്യം, ഞാൻ എന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നത്? രാത്രിയിലേ എല്ലാരും ഉറയും കഴിയുമ്പോ ഏതാ എന്റെ തങ്കമ്മയ്ക്ക് വേണ്ടിയല്ലയോ ഞാനിവിടെ കിടക്കുന്നത്? ഏതാ? തന്റെ വാക്കുകേട്ട ഞാൻ പോയി തല്ലുകൊണ്ടത്. തല്ല് വരാൻ വഴി കാണുന്നില്ലല്ലോ. നമുക്കൊന്നുകൂടി കവടെ നിരത്തി നോക്കാം. തനിക്കിത് നിരത്തിയാ മതി. കാരണം കൊട്ട് തന്റെയാ. എന്തൊരു കരുത്താ കാളിക്ക്. കാളിക്ക് പിന്നെ കരുത്ത് കുറയുമോ? കാളി ദേവിയല്ലേ, ശക്തി, ശക്തി സ്വരൂപിണി, മഹിഷാസുര മർദ്ദിനി. താൻ പോണോന്ന് പാടില്ല. കോപിക്കാതിരി. ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ. അല്പം കൂടി സംയമനം പാലിക്കു ബാല. ലഗ്നാധിപനായ വ്യാഴനിൽ ശനിയുടെ അപഹാരം. എന്റെ പ്രസംഗം ഒന്നും കേൾക്കണ്ട. തന്നെ കൊണ്ടുള്ള നടക്കുവോ അത് പറ. സംശയമുണ്ടോ? നമ്മെ കൊണ്ട് സാധ്യമല്ലാത്തതായി ഈ പറങ്ങുമലയിൽ ഒന്നുമില്ല. ഇല്ല, ഇല്ല തന്നെ. പക്ഷേ ഇതിന് കടന്ന കൈയാണ്. വശീകരണ മന്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. സംഭവം ഗുരുതരമാണ്. ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരുന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതും എന്റെ ഒരു ഇഷ്ട തോളിന് വേണ്ടി. ഇത് കണ്ടോ, ഇതാണ് ഏലസ് അഥവാ തകിട്. വശീകരണ മന്ത്രം ജപിച്ച് ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതൊരു അപൂർവ വസ്തുവാണ്. ഇത് നമ്മുടെ മനസ്സിലുള്ള സ്ത്രീയുടെ ശരീരത്തെ സ്പർശിച്ച് കിടന്നാൽ ആ സ്ത്രീ മണിക്കൂറുകൾക്കകം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കമ്പി പോലെ നമ്മുടെ സൗധത്തിലേക്ക് ഓടിയെത്തും. നേരോ? ശാസ്ത്രം അസത്യം പറയാറില്ല. ഈ ചരട്, ഈ തകിട് അവളുടെ അരക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടണം. ഏടോ മണ്ടങ്കണിയാനെ, അവിടം വരെ എത്താങ്കി പിന്നെ ഞാനെന്താ ഏലസ് കേട്ടാ നടക്കുന്നേ? കെട്ടുകയല്ല, കെട്ടിക്കണം. ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ തള്ളയെ കയ്യിലെടുക്കാമോ? അത് നേരാ. എന്താ കുട്ടുടി ഇത്? ഇതൊരു ഉഗ്രം സാധനമാണ്.
ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഇതിൽ കവിഞ്ഞൊരു സാധനമില്ല. ഇത് വീട്ടിലെ മൂത്ത സന്തതി കെട്ടണം എന്നാണ് ശാസ്ത്രം. എങ്കിൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്, സന്തോഷം, എന്റെ അക്ക ഒന്നും പറയണ്ട. ഒരു വലിയ ദിവ്യന്റെ അടുത്തുനിന്ന് ഒരുപാട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിച്ചിട്ട സാധനമാണ്. കളയരുത്. ഇല്ല കുട്ടുടി, ഞാൻ കളയത്തില്ല, സൂക്ഷിച്ചു വെച്ചേക്കാം. സൂക്ഷിച്ചു വെച്ചിരുന്നാ പോരാ, ഇത് ജപിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ കെട്ടണമെന്നാണ് ദിവ്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഉടൻ തന്നെ ഇത് തങ്കയുടെ അരയെ കെട്ടണം. ശരി. പറഞ്ഞു ഫലത്തെ അവരെ മനസ്സിൽ ധ്യാനിച്ച് 2 കൈയും നീട്ടി ഇതങ്ങ് വാങ്ങിച്ചാട്ടെ. അല്ലമ്മേ, ഞാൻ ചോദിക്കുന്നത് അപ്പ കുഞ്ഞെന്തിനാ അവളുടെ കൂടെ നടക്കുന്നത്? ഈ തങ്കൊക്കെ എന്നെ ഏതാന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അങ്ങനൊന്നുമില്ലടി നാണി, അവർ കൊച്ചിലെ അടിച്ചു കളിച്ചു വളർന്ന പിള്ളേരല്ലേ. പക്ഷേങ്കില് നാട്ടുകാര് പൂച്ചം പറയുന്നുണ്ട്. എന്തിനാ പറയിപ്പിക്കുന്നേ? മുളയിലേക്ക് ഇള്ളുന്നതല്ലേ നല്ലത്. നീ ഇത് കേൾക്കുന്നുണ്ടോ രുക്മിണി? എനിക്ക് ചിരിയാ വരുന്നത്. നാണിപ്പണിച്ചിട്ട് പറയുന്നതിലും ഇത്തിരി കാര്യമുണ്ടെന്നാണമ്മേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞുവിട് കുഞ്ഞെ. എന്ന് വെച്ച് മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. അത് തന്നെ. കാര്യം എന്തുവാ? വല്ല വശക്കേടായി പോയാലേ മാനം പോകുന്ന ആരുടെയാ? ഞാൻ പോട്ടെ, ചിരി ദുരിശുണ്ട്. ഇനി ചന്തയിൽ ചെന്നാ മീൻ വല്ലതും കിട്ടുമോ എന്തോ. നല്ല ആളാ. ഞാൻ തവിടും വാങ്ങിച്ച കമ്പനി കാത്തിരിക്കുകയായിരുന്നു. ഇഷ്ടനെ കാണാനുണ്ടോ? എവിടാ കറങ്ങാൻ പോയത്? എങ്കിൽ രാവിലെ ഒന്ന് പറയാറുന്നില്ലേ? ദേ പതുക്കെ പോ, എനിക്കൊപ്പം നടക്കാൻ വയ്യ. ഇങ്ങോട്ട് ഇരുന്നോ, ടക്ന്ന് വീട്ടിലെത്തിച്ചേക്കാം. അയ്യേ മോശം, വല്ലവരും കാണും. നമ്മളെ ഇപ്പൊ കൊച്ചു കുട്ടികളൊന്നും അല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ എങ്ങും ആരുമില്ല, ഇങ്ങോട്ട് ഇരുന്നോ. വേണ്ടപ്പോ, ആരെങ്കിലും കാണും. ഇവിടെ എങ്ങും ആരുമില്ല, ഇങ്ങോട്ട് ഇരുന്നേ. വേണ്ടപ്പോ, ഇങ്ങോട്ട് ഇരിക്കാൻ. അങ്ങോട്ട് പച്ച കൈമാറ്റ് കൈമാറ്റ് കൈമാറ്റ്. ഇങ്ങോട്ട് ഇരുന്നേ, ഇരിക്കാൻ. അതൊക്കെ അപ്പൊ അവിടെ സ്ഥലം പിടിച്ചോ പിടിച്ചോ. അയ്യോ ഞാൻ മറക്കില്ല. എന്താ കൈമാറ്റ് കൈമാറ്റ്. അല്ല ഇപ്പൊ തല കുത്തി കൈമാറ്റ്. തങ്കേ, തൂത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു വെച്ചു, ദാ വരുന്നു. തങ്കേ, തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ കൊച്ചു കുട്ടികളില്ല. ഇതൊക്കെ അപകടമാ. ഇമാതിരി കളിയൊന്നും വേണ്ട കേട്ടോ.
തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പുവിനാണേ വിവരമില്ല. നീയോ ഒഴിഞ്ഞു മാറേണ്ടത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചേച്ചി. ആരുടെ സമ്മതിച്ചു? തങ്കയുണ്ട്. അവിടെ ഉണ്ട്. ആ ചോറ് തിരിച്ചങ്ങോട്ട് കൊടുത്തു. അപ്പൊ അപ്പൊന്നെ വെച്ചപ്പത്തില്ലയോ? എടുത്തിട്ട് പോടാ. അപ്പൊന്നെ പോടാ. നന്നായി. എന്താ മോനെ ഇത്രയും വൈകിയത്? ഉച്ചയ്ക്ക് ചോറ് തിരിച്ചു കൊടുത്തേച്ചെന്തിന്? എനിക്ക് വിശപ്പൊന്നുമില്ല. ആ, നിനക്ക് അസുഖമുണ്ടോ? അവൻ കൊണ്ടുവന്ന് തന്നെ മണി 2:30 കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ണാ? ഞാൻ നേരത്തെ കൊടുത്തയച്ചല്ലോ. ആഹാ, എന്നാ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. അവൻ വഴിക്കുമല്ല കുട്ടിയും കോലും കളിക്കാൻ പോയി കാണും. തങ്ക എവിടെ പോരും? അവക്കൊരു പ്രയാസം പോലെ. തങ്കയ്ക്ക് വിളി, ഞാൻ ചോദിക്കാം എന്താ പ്രയാസമെന്ന്. എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളിലേക്ക്? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവൾക്ക് പ്രായമൊക്കെ ആയില്ലേ മോനെ. നാട്ടുകാർ വല്ലതും പറഞ്ഞു തുടങ്ങിയാൽ തുടങ്ങി കഴിഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഉച്ചയ്ക്ക് കമ്പനിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് നയിക്കണം. അവിടെ ആളില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ തൊട്ട് എനിക്ക് ചോറ് കൊടുത്തിറങ്ങണ്ട. കഴിഞ്ഞല്ലോ. ദേഷ്യപ്പെടാതെ അപ്പോ. നാട്ടുമര്യാദ നിങ്ങളുടെയൊക്കെ മര്യാദ നടക്കട്ടെ. മര്യാദ കേട്ടോ ഞാനല്ലേ ഉള്ളൂ. അപ്പോ വേണ്ടേ? എന്താ തങ്ക വീണ്ടും വന്നേ? പല സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നു. അരക്കിലോ മുതിര. മുതിര നേരത്തെ വാങ്ങിയല്ലോ. അല്ല പയറ്. അങ്ങനെ ഓർമ്മയോട് കൂടെ പറയൂ തങ്കേ. തങ്കേ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? വീട്ടിൽ നിന്ന് എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ടാണ് പറഞ്ഞൂടെ? നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പൂനറിയില്ല. അപ്പൂന്റെ അമ്മ എന്റെ അമ്മയാ. രുക്മിണി ചേച്ചി എന്റെയും ചേച്ചിയാ. അവരുടെ സങ്കടം എന്റെ കൂടെ സങ്കടമാ. അവർക്കാർക്കും സങ്കടമൊന്നുമില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുവോന്ന് അവരുടെ പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുക. പിന്നെ വല്ലവരും വല്ലതൊക്കെ പറഞ്ഞു തന്നിരിക്കും. പറയുന്നവര് പറയട്ടെ. ദേ, നമ്മൾ എന്നാലും ഒന്നിച്ചു കഴിയേണ്ടവർ. അപ്പോ നിനക്കെന്താ ഇത്ര സംശയം? നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറയത്തോടത്തോളം കാലം ഞാൻ തീരുമാനിച്ചു നടക്കും. നീ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒന്നേ ഉള്ളൂ, കുറെ കാലം നമുക്ക് ഒതുങ്ങിക്കൂടാം. അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ ഇത്തിരി അഭിനയിക്കണം. മനസ്സിലായോ? ഇങ്ങനെ നോക്ക്, ചിരിക്ക് ചിരിക്ക്. ഇപ്പൊ നമ്മൾ പഴയ കൂട്ടുകാർ അല്ലേ? ഞാനാ.
ഓ കൊട്ടൂടിയോ ശരിക്ക് എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. മറ്റേ താക്കീട് കെട്ടിയോന്നറിയാൻ വേണ്ടി വന്നതാ. പിന്നെ കെട്ടാതെ എന്നൊരു സാധനം ഏൽപ്പിച്ചാല് ഞാനത് പാഴാക്കത്തില്ല. അതായി എന്റെ സ്വഭാവം. എന്നിട്ട് വല്ലതും അറിയാനുണ്ടോ? ഉണ്ടോന്നോ? ഭഗവാനാണ് എന്റെ കൊട്ടൂടി. നീ പറഞ്ഞതുപോലും എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ സമ്മതിച്ചേ പറ്റൂ. നല്ല ഉഗ്രം സാധനം. അത് കിട്ടി അന്ന് തൊട്ട് ഈ വീട്ടിലുണ്ടല്ലോ വഴക്ക് പറഞ്ഞു. മറ്റു നിനക്കറിയാമല്ലോ സന്ധ്യ കഴിഞ്ഞവിടുത്തെ ബഹളം. ഇപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഞാനത് എങ്ങനെയാ പറയാ? പണ്ട് ഞങ്ങള് കല്യാണം കഴിച്ച കാലത്തെ പോലെയാ. തങ്കയോടെ കാണുന്നില്ലല്ലോ. ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണും. അവളെ പോലത്തെ ഒരു പെണ്ണ്. അന്ന് തന്നെ ആ തകിട് കെട്ടാൻ പറഞ്ഞിട്ട് തല്ലുകൊണ്ടാൽ അവള് കെട്ടത്തില്ല. കഴുത. എന്നിട്ട് അവൾക്കറിയാമോ അതിന്റെ വില? പക്ഷെങ്കിൽ ഞാൻ വിടുമോ? നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന സാധന, അതും സ്നേഹം കൊണ്ട്. അത് പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കൂ. എന്നിട്ട് കെട്ടിയല്ലോ. പിന്നെ കെട്ടാതെ ഒടുവിന് ഞാൻ അതങ്ങ് കെട്ടി. ഡാ വാ വാ. എന്താ കൊട്ടൂടി? ഒന്നുമില്ല. കൊട്ടൂടി കുഞ്ഞേ വാ. നീ അങ്ങനെ നിരാശനാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചേട്ടാ, ഞാൻ ആരോരും ഇല്ലാത്തവനായി പോയോണ്ടല്ലോ. നിനക്ക് ഞാനുണ്ടടാ. എന്നാലും നീ ആരാ ഏതാണെന്നൊക്കെ നല്ലൊരു ചോദിച്ചാ ഞാൻ എന്തോ പറയും? ഈ വിഷമമൊക്കെ ഒരു പെണ്ണ് കെട്ടുമ്പോൾ അങ്ങ് മാറും. പെണ്ണ് കെട്ടാൻ ഞാനോ? എനിക്കാരാ പെണ്ണ് തരുന്നേ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ. പക്ഷെ ഞാൻ തെളിവെന്തുവാ? വല്ല നാട്ടിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്ന് ചാരായം വെച്ച് നടക്കുന്നവനാണെന്നല്ലോ നല്ലവര് പറയൂ. എനിക്കാരാ പെണ്ണ് തരുന്നേ? തരുമടാ, വിവരമുള്ളവൻ തരും. കുഞ്ഞു ക്ലാസ്സോടെയും കൂടി ആട്ടെ, നീ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അല്പ സ്വല്പമൊക്കെ. അത് മതി. എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് നല്ല ചോദ്യം. തന്നെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലയോ? നിനക്ക് അവളെ കെട്ടാവോ? എടാ കെട്ടാവോ എന്ന്. അതിന് തങ്ങമ്മ സമ്മതിക്കണ്ടായോ? വേണ്ട, ഞാനാ നിശ്ചയിക്കുന്നത്. നീ തയ്യാറാണെന്ന് പറ, ബാക്കി ആരും ഞാൻ എഴുതും. എടാ വരുവേ, ഇത് 4 എണ്ണം അടിച്ചതിന്റെ പുറത്ത് പറയാണെന്ന് വിചാരിക്കണ്ട. നീ തയ്യാറാണെന്ന് പറ. അത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വഴിവിട്, ഞാൻ പോട്ടെ. വഴി മാറ്, ഞാൻ പോട്ടെ. തങ്ങമ്മേ, ഞാൻ നിന്നെ പിടിക്കാനും വലിക്കാനും വന്നതല്ല. നിന്റെ കളിയത്തിൽ കൂടുന്നുണ്ട്. ഓടി നടപ്പ്, കെട്ടിപ്പിടുത്തം, സിനിമ പ്രേമം ഒന്നും ആരും കാണുമെന്ന് വിചാരിക്കണ്ട. എനിക്കൊന്നും ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം തന്റെ ഇരിക്കട്ടെ. എന്റെ ഇഷ്ടം അല്പസ്വല്പം നീ നോക്കിയേ പറ്റൂ. നിന്നെ തൊട്ടപ്പോ ഒരിക്കൽ നീ എന്നെ തല്ലി. ഇന്നീ കൈ എന്റെയാ, എന്നെ തള്ളാനുള്ളതല്ല. എന്നെ വിട്, വിട്. വിട്ടേക്കാം. പക്ഷേ ഒന്നോർത്താ കൊള്ളാം, നീ എന്റെ ഭാര്യയാണുള്ളവളാ. നിന്റെ അപ്പൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഇത് നീ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കൂടെ അറിയണം. ഓ അല്ല, വേലുവണ്ണനൊന്നും വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. അതേടാ, ഈ വേലു വിചാരിച്ച നടക്കാത്ത കാര്യം എന്തുവാ? കൊത്താൻ വരുന്ന പാമ്പിനെ ഉണ്ടല്ലോ, പാമ്പിനെ മകുടി ഊതി നിർത്തി ആട്ടും. അടിയടാ, ഇതിന് കണക്കെടുത്തില്ല. അടി അടിച്ചോ. അല്ല, അപ്പൊ കുഞ്ഞെന്താ പതിവില്ലാതെ? ഒരേ പതിവ് എന്നും പറ്റില്ലല്ലോ. അത് ശരിയാ. കുടിക്കാൻ എന്തെങ്കിലും? എന്താ ഉള്ളേ? ഇവിടെ കച്ചവടം. ഓ, കൊട്ടേടിയായിരിക്കും. എങ്കിലത്
അല്ല, അപ്പൊ കുഞ്ഞ് കഴിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പതിവൊക്കെ മാറ്റുവാന്ന്. എടോ, പെമ്പിള്ളേരെ മാനവും മര്യാദയായിട്ട് വഴി നടത്താൻ സമ്മതിക്കത്തില്ല അല്ലടാ. ഓ, നീ വലിയ ചട്ടമ്പയാണല്ലേ. എടാ, മര്യാദക്ക് നടന്നേ നീ തല്ലുള്ളൂ. നിന്റെ കച്ചവടം ഞാൻ നിർത്തും. നിന്റെ പൊടി പറഞ്ഞ പോലെ കാണത്തില്ല, മനസ്സിലായോ? റാസ്കൽ. എന്തുവാ വേലുണ്ട ഈ നാടകം? നാടകം തുടങ്ങിയിട്ടുള്ളടാ. യവനെവിടെ വന്ന് ഇത്തിരി അഭ്യാസം കാണിച്ചിട്ട് പോയില്ലയോ? പോട്ടെ, ഈ ദരിദ്രവാസി മണപ്പറ്റി നടക്കത്തേ ഉള്ളൂ. പെണ്ണെന്റെ ഇരിക്കും. കൊട്ടൂടി വേലു ആരാന്ന് ഇവൻ അപ്പോഴറിയും. നീ എങ്ങോട്ടാ? എനിക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കണം. വേണ്ടടാ, വെറുതെ എന്തിനീ വഴക്കും വയ്യായിരിക്കും പോണം. വാ, നമുക്ക് പോവാം. അല്ല ചേട്ടാ, എനിക്ക് അവനെ കണ്ട് പറയണം. നീ കണ്ടല്ലേ 10 പറഞ്ഞു. ഞാനുണ്ട് കൂടെ. എന്നാ വാ. ആ, ധൈര്യമായിട്ട് പോയി. ഇത് കൂടുന്നുണ്ടോ അവന്? നീ വരട്ടാതെ വിട്ടാലേ. കുഴപ്പമല്ലോടൊന്ന് കൂടിക്കണം. നോയിക്കാടാ. അപ്പു, ആ നായിന്റെ മോനെ ചൊടയുണ്ടെങ്കിൽ ഇറങ്ങി വേണം. കാണിച്ചുതരാം. കാശുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തലക്കയറി നിറങ്ങിയാലുണ്ടല്ലോ, അവന് പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളിയിലെ? ഇംഗ്ലീഷ് പള്ളിയിലെ. നായിന്റെ മോനെ, നിനക്ക് മീശ ഓരോരുത്തർക്കും 10 പൈസ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? ബാക്കിയുള്ളവനും അധ്വാനിച്ചാ ജീവിക്കുന്നത്. അവരോട് ചോദിച്ചാൽ പട്ടിയുടെ മുമ്പിൽ കണ്ടാൻ വരുന്നില്ലല്ലോ. നീ നിനക്ക് വേണ്ടി കൊട്ടൂടി ആയിന്റെ മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? കാണിച്ചുതരാം കുട്ടൂടി വേലു ആരാണ്. ചുരുട്ടിക്കെട്ടി അകത്തിരിക്കത്തേ ഉള്ളൂ. വഴിയിറങ്ങി പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, അപ്പോഴറിയാം ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. അതിന്റെ പോലെ പട്ടി, നീ എന്തോ എന്നെ വിളിച്ചേ? റാസ്കൽ, 100 റാസ്കൽ. ഇംഗ്ലീഷ് കറി. റാസ്കൽ, റാസ്കൽ, റാസ്കൽ. ഇപ്പോഴത്തെ കേട്ടിരിക്കുന്നു. എങ്ങനെയുണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, കലക്കില്ലേ? നീയായിരുന്നു? നീ ഇവിടാണോ കിടപ്പ്? മറ്റവനെന്തേ? ആ കൊട്ടുപടി കണ്ടില്ല. കാണുമ്പോ പറഞ്ഞേര്, ഞാനിവിടെ വന്നിരുന്നു. ഇന്നലെ അവൻ രക്ഷപ്പെട്ടു. ഇനി വല്ല അഭ്യാസം കാണിച്ചിട്ട് വന്നാലേ അവന്റെ കുറേ എടുക്കുമെന്ന് പറഞ്ഞേര്. ആരാണ് അവിടെ എടുക്കുന്നത്? തുണിന്റെ വേടാ, എപ്പോഴും ഒന്ന് വരട്ടാന്ന് ഞാൻ. ഇന്നലെ എന്നെ കൊന്നിട്ടുള്ള കാര്യം വാടാ.
നാണക്കേട് വരാനുണ്ടോ? അയൽപ്പക്കത്തുള്ള മനുഷ്യർ മുഴുവൻ കേട്ട് കാണും. നാറി നാനാവിധമായി. എല്ലാം ഇവൻ ഒരുത്തന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലയോ അമ്മ അതിന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ എന്ത് വളം വെച്ച് കൊടുക്കുന്ന നീ പറയുന്നത്? ആ വഷള പെണ്ണിന് ഇവിടെ കയറ്റി വെച്ച് ഓമനിച്ച് പൊന്നാര മോളാക്കി പൊന്നെ പൊടിയെന്ന് വിളിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല. വന്നല്ലോ. എടേ നിക്കടെ. നിനക്ക് തൃപ്തിയായല്ലോ. പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല. പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഇനമാ നീയെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മേ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. നീ ഒന്നും അറിഞ്ഞതല്ല അല്ലയോ? ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് മറന്നുപോയടി. ചേച്ചി, ഞാൻ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ ഭാഷ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മേലാൽ ഈ അടുത്തതിനകത്ത് കയറിപ്പോരുത്. അമ്മേ, നിന്റെ കള്ളക്കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന്. പോവാനാ പറഞ്ഞത്. അപ്പു, നീ എവിടെയാ പോയത് അതിരാവിലെ? ഞാനവിടെ പോയില്ല. നിക്കടാ അവിടെ. നീ എവിടെയാ പോയിരുന്നത്? നിന്റെ മുഖത്ത് നെറ്റിലൊന്ന് ചോര. നീ ആ കൊട്ടുടിത്തേക്ക് പോയതായിരിക്കും വഴക്ക് പിടിക്കാൻ. നാറിയതൊന്നും പോരാ, ഇനിയും നാട്ടണമായിരിക്കും. നീ ഒന്നിനും പോകണ്ട, ഇത്രയൊക്കെ മതി. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരും. തങ്ക തുങ്ക പ്രേമം കൊട്ടുപൊടി ഇതൊന്നും ഈ തറവാട്ടിനകത്ത് വേണ്ട. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ അരിഞ്ഞ് കഷ്ണമാക്കിയാണ്. ഇനി ഞാൻ പറയാതെ ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരുന്നു. കേരളാസ്. നിന്റെ അമ്മയാണ് പറയുന്നത്. കേരളാസ്. വടിയുടെ ചേട്ടനെന്താ ഇത്രയും താമസിച്ചത്? വാ മോനെ, ഇരിക്കൂ. അപ്പോ എവിടെ? കിടന്നു. അമ്മേ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആളുകളുടെ സംസാരം കേട്ട് നിൽക്കുമായിരുന്നു. അമ്മയുടെ മോനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയവനാ. എനിക്ക് വിലയിലായിരിക്കാം. ഞാൻ എന്റെ കെട്ടികളെയും കുഞ്ഞേം കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്തായാലും ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യും മോനെ? അവനെ കൊല്ലാൻ നോക്കൂ. ആ പെണ്ണിനോട് ഇനി ഇവിടെ കയറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? എടീ, അപ്പനെ വിളിക്കേ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഇപ്പൊ വേണോ? വേണം, വിളിക്കേ. മോനെ, ഞങ്ങൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ? അവളൊരു പാവം പെണ്ണാണെന്ന് കരുതി മോളെ പോലെ വിചാരിച്ചു. അതിനെനിക്ക് കിട്ടിയത് ഇതാ. അപ്പൊ ഇരിക്കെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. നടന്നതൊക്കെ നടന്നു പോട്ടെ. ഇനി അപ്പു വിചാരിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. തങ്ക ഇനി ഇവിടെ വരരുന്ന് അമ്മ പറഞ്ഞു വിലക്കിയിട്ടുമുണ്ട്. നീ ഇനി അവളെ കാണാനും മിണ്ടാനും പോകാതിരുന്നാ മതി. ഇതൊക്കെ പ്രായത്തിന്റെ ഒരുവരും ഫാൻസ് എന്നേ ഉള്ളൂ. കാര്യം നിസ്സാരമാ. അളിയന് നിസ്സാരമാ. പക്ഷെ എനിക്ക് അങ്ങനല്ല. എനിക്ക് തങ്ക ഇഷ്ടമാ, എന്റെ ജീവനെക്കാളും. അപ്പോ അളിയന് ഇതിൽ ഇടപെടണമെന്നില്ല. ഞാനത് വേണമെന്നാ പറയുന്നേ. ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. പോകരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് വേറെ കല്യാണം പറഞ്ഞല്ലോ ഉറപ്പ് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പൊ അവിടെ പുറകെ പോകുന്നുണ്ട്. നിങ്ങൾ വേണ്ടി പറഞ്ഞു നിർത്താൻ. ഞാൻ പറഞ്ഞത് അവള് പോകാൻ കഴിഞ്ഞാൽ പിന്നെ ക്രമേണ അപ്പു അവളെങ്ങ് മറക്കും. പിന്നെ കല്യാണത്തിലും വലിയ സഹായവും വേണ്ട വേണ്ട. എനിക്കതിനെ സഹായം വേണ്ട. ഇത്രയും നാളെ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞാൽ എന്താ? അവൻ വേറെ പെണ്ണിന്റെ പുറകെ പോവും.
പഠിച്ചതല്ലേ പാടൂ. പഠിപ്പിച്ചതിന്റെ ഗുണമാ. മോളെ, അമ്മേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതെന്തിനാ? അമ്മ എപ്പോ വിളിച്ചാലും ഞാനും ഓടി വരുമല്ലോ. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ അങ്ങ് ക്ഷമിക്കണം. എനിക്ക് ആണായിട്ട് ഒന്നേ ഉള്ളൂ. അവനാ തറവാട്ടിന്റെ മാനം കാക്കേണ്ടത്. എനിക്ക് ആകെ ആശ്രയം അവനാ. അവനിപ്പോ ഊണില്ല, ഉറക്കമില്ല, സമയത്ത് കാലത്ത് വീട്ടിൽ വരത്തില്ല, മില്ലിലെ പണിയിൽ ഒരു ശ്രദ്ധയുമില്ല, വിളിച്ചാ മിണ്ടത്ത് പോലും ഇല്ല. ആ കൊച്ചിനെന്തോ പറ്റിപ്പോയെന്ന എന്റെ പേടി. പെറ്റ വയറിന് ഇതൊന്നും സഹിക്കാനുള്ള ഗൽപ്പില്ല മോളെ. നീ വിചാരിച്ചാലേ അവനെ രക്ഷിക്കാൻ നോക്കും. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചത്തോളാം അമ്മേ. അവനെയും കൂടെ കൊല്ലാനോ? നീ ചത്താൽ അവൻ ജീവിച്ചിരിക്കില്ല. മോളെ, നിനക്ക് ഈ അമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം. നീ അവനെ വിട്ടു പോകണം. മോളെ, ഈ അമ്മയ്ക്ക് വാക്ക് തരണം. എടുത്തു കുടിച്ചോ, പഷ്ണി കിടന്ന് ചാവാന്. അയ്യോ അയ്യോ അയ്യോ, എന്റെ മോളെ കൊണ്ടുപോയി, എന്റെ മോള് പോയി, എന്നെ ആരും പിടിക്കണ്ട, എന്റെ ഭഗവാനെ എന്നെ അങ്ങ് എടുത്തേക്കണേ. അയ്യോ, എന്റെ മോളെ കൊണ്ടുപോയി. അയ്യോ മോനെ അപ്പൂട്ട, എന്റെ മോളെ കൊണ്ടുപോയി, ആ കാലം കൊണ്ടോടെ എന്റെ മോളെ കൊണ്ടുപോയി. എന്റെ ദൈവമേ, എന്റെ മോളെ. മോനെ അപ്പോ, ഇവിടൊക്കെ ആരുടെങ്കിലും കൂടെ ചാടി പോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. മരം കയറിയല്ലയോ? ഞാൻ പണ്ടേ വിചാരിച്ചതാ ഉണ്ണിയെ കാണും പറഞ്ഞൂടെ. ആ ഏതായാലും നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, അത് മതി. പഴച്ച കൂട്ടമാണമ്മ.
നിക്കണോടെ ഇല്ല ഞാൻ നിക്കണോടെ എവിടെ ആര് എന്ത് ഏത് എവിടെ കൂടത്തിനൊക്കെ കൊട്ടുപടി അറിയാൻ പാടില്ല. നീ പറയില്ല അല്ലേ നിന്നെ കൊണ്ട് എന്റെ കൈ ഞാൻ പറയാം പറയടാ. എന്റെ പറങ്ങി പോലെ തേവരാണ്. അവര് പോയി എന്നുള്ളതല്ലാതെ എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ. അപ്പൊ നീ പറയാണോ? പ്രശ്നം നോക്കി പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. താനും തന്നെ പ്രശ്നം കൂടെ തോറോ. ഓ അമ്മേ അമ്മേ മോൻ വന്നില്ലേ? ഇല്ലമ്മേ. ഇതാ കാപ്പ് കുടിക്കൂ. ഇവിടെ വച്ചേക്ക്. കുഞ്ഞു കരയുന്നു. എവിടെ പോയതാ? മോനെ മോനെ കുട്ടാ മോനെ എന്താ മോനെ ഇവിടെ കിടന്നത്? അമ്മയെ വിളിച്ചൂടായിരുന്നോ? ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ഉപദ്രവിക്കണ്ടെന്ന് കരുതി. അമ്മേ നമുക്ക് ശ്രീദേവി ഇങ്ങോട്ട് വരുത്തിയാലോ? അവൾക്ക് പരീക്ഷ കഴിഞ്ഞ സമയമല്ലേ. അവളിവിടെ ഒന്ന് കുറച്ചു ദിവസം നിൽക്കട്ടെ. ചിലപ്പോ ഇവന്റെ മനസ്സ് മാറും. ഏതായാലും അവളിവന്റെ മറപ്പെണ്ണല്ലേ. ശരിയാ കുഞ്ഞെ. ഏറ്റവും സ്നേഹമുള്ള എന്റെ അപ്പു വായിച്ചറിയാൻ തങ്ക എഴുതുന്നത്. ഞാൻ വീട്ടിലിരുന്നാണ് ഇത് എഴുതുന്നത്. ഞാനൊരു തീരുമാനമെടുത്തു. നേരെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറങ്കിമല വിടും, കൊട്ടൂടി വേലുവിന്റെ കൂടെ. ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരെ എവിടെങ്കിലും പോകും. ഇയാളുടെ കൂടെ ഞാൻ പോകുന്നതിൽ എന്റെ അപ്പുവിന് അതിശയം തോന്നും. അതേ ഉള്ളു വഴി അപ്പുവിനെ രക്ഷിക്കാൻ. ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പുവിന് സ്വസ്ഥത കിട്ടുകയില്ല. എനിക്കും നാം ഒന്നിച്ച് ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുകയുമില്ല. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. ഞാൻ ചത്താൽ അപ്പു ജീവിക്കയില്ലെന്ന് എനിക്കറിയാം. എന്റെ അപ്പു ജീവിക്കണം. എന്നെ തേടി പുറപ്പെടരുത്. ഞാനത് വഴിക്ക് എവിടെങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പുക്കുട്ടന് 1000 ഉമ്മകൾ എന്ന് എന്റെ അപ്പുവിന്റെ സ്വന്തം തങ്ക. കാത കേട്ടൂടെ? ഞാൻ വിളിക്കുന്നു. ആര്? അണ്ണനാ? ആ,
എന്നെ സ്വാമി എന്താടാ വിളിച്ച ചെവി കൂട്ടൂടായോ? കേട്ടു അന്നൊരു ലാസ്റ്റ് കളിയാ കേട്ടു. അപ്പൊ അക്ക വന്ന് കൂട്ടു. അക്ക തൊപ്പിയിട്ടു. എന്നെ സ്വാമി പോയി വേറെ നോക്കടാ. ആ ഇതെല്ലാം കൊണ്ട് കുളിച്ചിട. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. ഇതെല്ലാം നോക്കണം. ശരി സ്വാമി. ആ നീ ഒരു ഗ്ലാസ് എടുത്തേ. തകമേ നമുക്കൊരു സാധനമൊക്കെ വാങ്ങിക്കണ്ടായോ? ക്ലാസ് മുമ്പൊക്കെ ടൗൺ വരെ ഒന്ന് പോകണം. ഇവിടുന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ. നീ കൂടെ നൂഴിച്ച് തയ്യാറായ നമുക്കൊന്ന് ചിറങ്ങാം. ഞാൻ വരുന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുവോ? അതിനെന്താ? ഞാൻ വരാൻ താമസിച്ചാലോ? മുത്തു ഇവിടെ ഉണ്ടല്ലോ. ആ അത് ശരിയാ. നീ ഒരു ചമ്മന്തി എടുത്തേ. ആ നീ കൂടെ വേണം സുപ്പ് അടിക്കുക. എനിക്ക് വേണ്ട. ഇതിനകത്തുണ്ടോക്ക് ചെല്ലേ. കനാലുണ്ടോ മാഷേ? കനാലോ? ചാരായ ഉണ്ടോ മാഷേ? ചാരായോ? ഇവിടോ? ഇല്ല. എന്തുണ്ട കന്നാലി? നെയ്യല്ലടാ പറഞ്ഞ കനാൽ ഇവിടെ കിട്ടുന്നത്. ഇതെന്തുണ്ട സംഭവം? മയിൽക്കൂറ്റി ശരിയാ ചേട്ടാ. തെലോപ്പ് തന്നെയാ. പിന്നെ ഇപ്പൊ എന്തുണ്ടപ്പോ തകരാറ്? ആ മാഷ്ട പേരെന്തുട്ടാ? എന്തുണ്ടാ പേര്? അല്ല വേലുന്നല്ലേ? അതെ. അപ്പൊ ഇതന്നെ കുഞ്ഞിപ്പാലത്താ? ഇതന്നെയാണ്. പിന്നെന്തുണ്ട ഇയാൾ ഇല്ല ഇല്ല എന്ന് പറയണേ? അത് പരിചയക്കുറവുണ്ടോന്നേ. അല്ല നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷൻ 1235 ഓടിക്കണ വാർണില്ലേ? ആ വാർണിയുടെ മാഷ ഞങ്ങളാണ് പറഞ്ഞയച്ചതേ. അല്ല സാധനം ഉണ്ടെന്ന് പറയാ. അല്ല വേറെ സ്ഥലം അന്വേഷിക്കണം. നിങ്ങൾ ഇവിടെ കയറിയിരിക്കേ. പാർട്ടി പുതിയത്. ആ അങ്ങനെ വാർണിട്ടൻ പറഞ്ഞേ. നീ ഏതരാ? നമ്മള് മുത്തു പാരിഷ് പാർട്ടി. என்ன ஞாபகம் இல்ல? அந்த பொண்ணாச்சு ஒர்க் ஷாப்ல வேலை செய்துட்டு இருந்தேன். 33 மைல்ல. നമ്മുടെ പാട്ടിയത് മനസ്സിലായി. ശരി. എങ്ങനെയുണ്ട് സാധനം? ജോറാണ്. ജഗതല പ്രതാപൻ. നോക്കിയ മാഷെ, ഈ തടുത്തു വരുന്ന പൂരത്തിന് ഈ സാധനമായിട്ട് തൃശ്ശൂർക്ക് മാഷ് വന്നാലുണ്ടല്ല കീശ നിറയെ കാശ് വെച്ചിട്ട് പോരാ മാഷെ. എന്താ ശരി? ആ നോക്കിയ മാഷെ, ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു 2 കുപ്പികൾ എടുത്തേ പാർസലിന്. ഞാനുണ്ട് ടൗണിലോട്ട്. വേഗം ചെല്ല്, വേഗം പുറപ്പെട്ടു വെക്കിട്ടിരിക്കണം. ഈ ലോറിയിലാണ് പോവാ. എന്തുണീ സംഭവം? ദേവനീ സാധനം அண்ணன் பொண்டாட்டி அப்படின்னா சம்சாரம். ചരക്ക് കൊള്ളാല. നീ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ നീ വരുന്നില്ല ടൗണിലേക്ക്? ഇപ്പഴാണ് ലോറിയിലങ്ങ് പോവാം. ഞാനില്ല. എന്റെ മുഖത്തെന്താ ഒരു വാട്ടം? ഒന്നുമില്ല. ഞാൻ വരുമ്പോ നിനക്ക് വല്ലതും വാങ്ങിച്ചിട്ട് വരണോ? ഒന്നും വേണ്ട. മുത്തു, മുത്തു, അക്ക എവിടെ? തങ്കേ,
കുളി എവിടം വരെയായി? കഴിഞ്ഞു. ദാ വരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് കടക്കട്ടെ? കിടന്നു കിടന്നു. നീ ഊണ് കഴിച്ചോ? ഇല്ല, ഇപ്പൊ വിളമ്പാ. മുത്തൂന് കൊടുത്തു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചാ. നീ കഴിച്ചിട്ട് വേഗം വാ, നമുക്ക് കിടക്കാം. ആ, ഞാൻ കുറെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. അതിപ്പോ വേണ്ട, നാളെ മതി. നീ ഊണിച്ചിട്ട് വേഗം വാ, കിടക്കാം. എനിക്ക് ചോറ് വേണ്ട. എന്താ? വയറിന് സുഖമില്ല. വാ, കിടക്കാം. ഇവിടെ വാടി, നീ ഇപ്പോഴെന്റെ തങ്കക്കുട്ടി. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി? ആ ലേബർ ഓഫീസറെ കണ്ടത് ഇന്നാ? ആ, കുഞ്ഞപ്പൻ തന്നെ കണ്ടാ മതി. സാറിനെ നേരിട്ടൊന്ന് കാണണമെന്നാ പറഞ്ഞത്. എനിക്ക് വേറെ ഇത്തിരി ജോലിയുണ്ട്. കമ്പനി കാര്യമാ സാർ ഇത്? കമ്പനി 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 മനുഷ്യനൊരു നിമിഷം സൂര്യൻ തരത്തില്ലല്ലോ. ഇത്ര ശല്യമാണെങ്കിൽ കമ്പനി അങ്ങ് അടച്ചേര്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? എടീ ശരി, കാപ്പി കുടിക്കൂ. യാത്ര ക്ഷീണം മാറട്ടെ. പിന്നെ അമ്മയുടെ വർത്തമാനത്തിന്റെ ക്ഷീണവും നീ പൊടിയിടുന്നു. അപ്പോയിട്ട് നിന്തേച്ചി കമ്പനി പോയിരിക്കാണോ? അവൻ ഇപ്പൊ വരും. ആട്ടെ, ശങ്കരൻകുട്ടിയുടെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനെന്താ ഇങ്ങോട്ട് വരാഞ്ഞ? അച്ഛൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒറ്റയ്ക്കാണല്ലോ സഞ്ചാരം. ആ, ദാ വന്നല്ലോ. ശ്രീദേവിയോ? എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. കഷ്ടിച്ച് 1/2 മണിക്കൂറായി. ഇരിക്കൂ. ബസ് ഇറങ്ങി നേരെ കമ്പനിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും അമ്മായിക്കൊക്കെ? ആ, സുഖം തന്നെ. അപ്പോഴത്തിന് സുഖമാണോ? ഏയ്, സുഖമാണോന്ന്? എനിക്ക് പിന്നെ എന്താ സുഖം? ആ, ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. മോളെ, ബാഗൊക്കെ അകത്തോണ്ട് പോയി വെച്ച് കുളിക്കും.
ഈ ഫോട്ടോ ഈടെ എടുത്താണോ? നല്ല സ്റ്റൈലായിരിക്കുന്നു. ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണം കേട്ടോ, എന്റെ കൂട്ടുകാരികളെ കാണിക്കാനാ. അതിന് വേറെ കോപ്പി ഇല്ല. ഇല്ലെങ്കിൽ വേറെ എടുപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഞാനിത് അടിച്ചോണ്ട് പോവും. ആ അപ്പോഴും ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണടയ്ക്ക്, അടയ്ക്കാൻ. ഇനി തുറക്കൂ. ഞാൻ തന്നെ തയ്ച്ചതാ. ഞാൻ താഴോട്ട് പോട്ടെ. വേണ്ട അമ്മ വേണ്ട. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം കഴിയട്ട, എന്നിട്ട് മുതലാ കോഴിക്കോട്ടെ കാര്യം. അപ്പോഴേക്കും കയറി നമ്മുടെ ബിസിനസ് പിടിക്കാൻ നോക്കണം. വിട്ട് പിടിക്കരാ അബു. എങ്ങനെയുണ്ടാ വേലുണ്ട്? എങ്ങനെയുണ്ടാ വേലുന്റെ ചരക്ക്? ഇപ്പൊ ഞാൻ പറഞ്ഞത് നോണേണ്ടവനെ. ഇവിടെ പൂരത്തിന് പൂരപ്പറപ്പിൽ കയറ്റിട്ടല്ല, മുടി നഖല്ലാണ്ട് വേറൊരു വസ്തു ബാക്കി കിട്ടില്ല. അസലുടുപ്പിടിയാണ്, സമ്മതിച്ച പറ്റി. മമ്മദിക്ക നിങ്ങൾ കുടി മറക്കണ്ടട്ടാ. ഈ പോണ നായിന്റെ മോനെ, ഓളെ കിട്ടിയ കുടിയും വേണ്ട കുട്ടികളും വേണ്ട. അപ്പൊ അത്രയ്ക്കായ ഇത്തിരി മീൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. നന്നായി പയിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഇനി കൊണ്ടുവാ. പിന്നെ വേലെണ്ണം വിറ്റണം. ഈ അപ്പുവേട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി. തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ, എന്തൊരുറക്കമാ. പോയി കുളിച്ച് റെഡിയാവും. പോകാറായി. നീ കിടന്ന് ബേളം വെക്കാതെ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ കാപ്പി കൊണ്ടുവരാം. അലക്ക് കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്ക് കമ്പനി പൂട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു, ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ, നീ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. അപ്പച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പോ ഇവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ടാ, അപ്പേട്ടാ, ഓടി തളർന്നുപോയി. നല്ല പുള്ളിയാ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്.
എന്താ അപ്പേട്ട? നമുക്ക് ഇനിയൊരിക്കൽ പോവാം സിനിമയ്ക്ക്. അപ്പേട്ടൻ എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. നുണ, എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടനെ എനിക്കറിയില്ലേ? ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ അപ്പേട്ട. സീത പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാൻ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വാ. പുറത്തേക്ക് പോയിരിക്കുവാ. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ല. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ? ആ ബെഞ്ചിൽ ചെന്നിരിക്കുക, അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തും പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചിൽ ചെന്നിരിക്കുക. എന്തുണ്ടൊക്കെ എന്നാലും നീ ചിരിക്കുന്നത്? നിന്റെ അപ്പൻ ചത്ത. പിന്നെയും നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നെയ്യ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിയെന്നാണ്. നെയ്യ് ഇവിടെ നിന്ന് മാറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കൊത്തി നോക്കാം. അല്ല എന്നുവെച്ചപ്പോ ഞാൻ വേണ്ട അങ്ങോട്ടോ മാറാ. പക്ഷേങ്കി നിങ്ങൾ ചെന്നൊരു കുണ്ടാൻ വേണ്ടി ചാടി പോകുന്ന സംഗതി ഇപ്പൊ സംഭവട്ടാ. അല്ല മനസ്സിലാവണ്ടല്ലോ. ഇത് തല്ലിപ്പൊളി ആക്കുക. ഒരു തല്ലിപ്പൊളി ആക്കലും ഇല്ല. നീ ഒന്ന് മാറി തന്നരാ കുരിശേ. ശരി ശരി. അവര് എത്തിയിട്ടില്ല അല്ലേ? എത്തിയാ നിങ്ങൾക്ക് കാണാമല്ലോ. അല്ല എന്നുവെച്ചപ്പോ എനിക്ക് വേലിനോട് ഭയങ്കര ഇഷ്ടമേ. അതുപോലെ എനിക്കും എന്നോടും. നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കണം. എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല. അവരെത്തണ വരെ ഞാനും കൂടി ഉള്ളില് എന്നുവെച്ചപ്പോ അല്ല നമുക്കിരുന്ന് സംസാരിക്കാം അങ്ങനെ പറയണേ. എന്റെ കിളിയണിച്ച പോവുകയും ചെയ്തു. നിങ്ങൾ അകത്തേക്കാൻ നടന്നേ. എന്തായി കുഞ്ഞുപാലത്തെ വല്ല നടന്നോ? എന്തിനാ നീ എപ്പോഴും തൊലിക്കാൻ വന്നല്ല. അല്ല ആശാനെപ്പത്തി ഇപ്പൊ തന്നെ. ഇത് തങ്കേ തങ്കേ നീ വാ. എന്നിട്ട് പച്ചക്കിരിക്കുന്നു. എന്നുവെച്ചപ്പോ കിട്ടാണ്ട് പോലും കുടിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചോ? ആ ഇങ്ങോട്ട് വാ. ഇതങ്ങോട്ട് വെക്ക്. എന്നിട്ടൊരു കുപ്പിയും ഒന്ന് ഗ്ലാസ് കൊടുത്തു. ഹലോ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മളെ പോലും നല്ലടാപ്പ. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമോട് ഇത്തിരി സാധനം ചോദിച്ചു. അപ്പൊ അവള് പറയണു പറ്റില്ലാന്ന്. അല്ല അത് ഓരോരുത്തരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒഴിക്കാൻ ഒഴിക്കാൻ. എടീ, കുഞ്ഞിപ്പാലു എന്ന് വെച്ചാ നമ്മുടെ ആളാ. ഏതാ? നമ്മുടെ സ്വന്തം. അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടെയുള്ള എന്തും കൊടുക്കാം. അടുത്ത തൃശ്ശൂർ പൂരത്തിനെ ഞങ്ങൾ പങ്കുവച്ചോടത്തിന് പോവുക. നമുക്കറിയാവോ? അല്ലേ ഒളിയാ? ആ നീ അകത്ത് ചെന്ന് ഒരു കുപ്പിടി എടുത്തു. എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയമുണ്ടല്ലോ, പൂരത്തിന്റെ കാര്യം, സംഭവം എടുത്തു. ബിസിനസിന്റെ പരിപാടി ഉണ്ടെന്ന് വെച്ചാ ഇനി വൈകിച്ചാ പറ്റില്ല. വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം. ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ടെന്ന് വെച്ചാ എന്റെ പൊല്ലു പോനെ പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ. കോടീശ്വരൻ നിനക്ക് വല്ലതും മനസ്സിലാവണ്ട. തങ്കമ്മ വേണോ? അവളല്ലടാ ബിസിനസിന്റെ ആണി. വേലുവാ,
അവള് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലോ പച്ചവെള്ളം പോലെ എന്റെ തലയ്ക്ക് കിരികിരിക്ക് ചെയ്ത് പിടിക്കടാ. അതാ അല്ല കുഞ്ഞിപ്പാലത്തെ എന്താ ചോദിച്ചേ? ചവിട്ട് വെച്ചെന്നുണ്ട് ശരി. ആ താ ഒരു കാര്യം ചെയ്യിച്ചങ്ങാതി, വാറ്റോടനെ തുടങ്ങും. 1000 രൂപയുണ്ട്. ഇതാ പിടിച്ചേ. സംഭവം ഉടനെ തുടങ്ങും. ഇത് പോരാച്ചാ അടുത്ത തവണ ഞാൻ വരുമ്പോ അങ്ങോട്ട് തരാം. അത് പിടിച്ചേ. വാച്ച് പരിപാടി ഉടനെ തുടങ്ങ്. പിന്നൊരു കാര്യം, ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാ. എല്ലാം പറഞ്ഞ പോലെ എന്തുണ്ട് നോക്കിയിരിക്കണ കന്നാലി ബിസിനസ് ഒഴിക്കണേ ഒഴിക്കണേ. ആ ഡ്രൈവർ ഉണ്ടല്ലോ, തൃശൂക്കാരൻ. ആര്, കുഞ്ഞിപ്പാലോ? ആ, അയാളൊരു വഷളന്. ആര് പറഞ്ഞു? അയാൾ വളരെ നല്ല ഒരുത്തനാ. അതെ അതെ. എന്നിട്ട് ആ ആരും ഇല്ലാത്തപ്പം എന്റെ കൂടെ പെരക്കകത്ത് കയറി ഇരിക്കാമെന്ന് പറഞ്ഞത്. അതിനെന്താ, അയാൾ കയറി ഇരുന്നാലെന്താ കുഴപ്പം? അല്ല, അയാളെ നിന്നെ ഒന്ന് കയറി പിടിച്ചു എന്ന് തന്നെ വെച്ചോ, എന്താ കുഴപ്പം? നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യൻ പറയുന്ന കേട്ടാ തോന്നുന്നു നീ വലിയ ശീലാവതിയാണ്. നാട്ടിൽ വെച്ച അലവലാതി ചെറുക്കിന് കൂടെ കറങ്ങി തിരിഞ്ഞിരുന്ന പാർട്ടിയല്ലോടി നീ. 10-12 വയസ്സായപ്പോ ഈ പണി പിടിച്ചതല്ലോടി നീ. ഒരു പുണ്യവതി. ദൈവദോഷം പറയല്ലേ? ദൈവദോഷം. എടീ, എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയാ. ഒരു കണക്കിന് നിന്നെ ഞാൻ ഇവിടെ രക്ഷിച്ചോണ്ട് പോകുന്നതാ. അതുകൊണ്ട് നീ ഇപ്പൊ കഞ്ഞി പിടിച്ച് കിടക്കുന്നു. അല്ലേ കാണായിരുന്നു പൂരം. ആ ചെറുക്കൻ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയേനെ. നീ ഇപ്പൊ പെരുവഴി കൂടെ തെണ്ടി നടന്നേനെ. ആ നാല് ചെറുക്കന്റെ ആഗ്രഹം അതായിരുന്നു. വെറുതെ എന്തിനാ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്? അവനെ കുറിച്ച് പറഞ്ഞപ്പം നിനക്കങ്ങ് കൊണ്ടു ഇല്ലടി അവരാതി. തോന്നിയാസം പറയരുത്. പട്ടി, നീ ഇപ്പോഴും അവനെ ഓർത്തോണ്ടിരിക്കുക ഇല്ലടി. നിന്നെ ഞാൻ മര്യാദയ്ക്ക് പറയുന്ന കേട്ട് അടങ്ങുറി കിടന്നോണം. ഇല്ല ചവിട്ടിയ പറഞ്ഞേക്കാം. അപ്പു, എന്റെ അപ്പു. എന്തോ? അപ്പേട്ടാ, അരുതപ്പേട്ടാ. എന്റെ പഴയ അപ്പൂട്ടിനെ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെയൊക്കെ ഓടിക്കളിക്കുമ്പോ നമ്മുടെ കൊച്ചുനാളിലെ ഓർമ്മകൾ വരുന്നില്ലേ? ശരിയാ ശ്രീദേവി. അതെ, ഇന്നലെ ഞാൻ ശ്രീദേവിയോട് പെരുമാറിയത് കുറച്ചധികം പറ്റായിപ്പോയി അല്ലേ? ശ്രീദേവിക്ക് അതിനൊരു പടക്കമുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് അപ്പൂട്ടൻ കാണിക്കുന്നതെന്ന് വിചാരിച്ചു. സാരമില്ല അപ്പൂട്ട, എന്റെ അപ്പൂട്ടനല്ലേ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഇന്നലെ ചേച്ചിയും അപ്പച്ചിയും സംസാരിക്കുകയായിരുന്നു. എനിക്ക് നാണമാവുന്നു പറയാൻ. എന്താ അവര് പറഞ്ഞത്? ഇനി താമസിപ്പിക്കണ്ടെന്ന്. എന്ത്?
നമ്മുടെ കല്യാണം പിന്നെ എന്റെ അപ്പൂട്ടൻ എന്തോ ആകാമല്ലോ. എങ്ങനെയുണ്ട്? നിന്നോട് ആര് പറഞ്ഞു ഷർട്ട് എടുത്തിട്ട്? കൊത്തി കൊത്തി മുറത്തിലായോ കയറി കൊത്ത്? അപ്പേട്ടാ കുഴപ്പമൊന്നുമില്ലാതാണ്. നീ ആ സിഗ്നൽ കാണിച്ചരാ. ഒന്നുകൂടി വേഗം വന്നേരങ്ങട്. നീ എന്റെ മുളക് കയറിയതാ. കയറങ്ങട്. ഇത് നിന്റെ അകത്ത് കയറ്റിട്ട് ടാർപോളിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, പിന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ഇങ്ങോട്ട് നടക്കണ പാട്ട് ഇങ്ങോട്ട് ഈ അരിച്ചരിഞ്ഞ് നടക്കണം. ഇങ്ങോട്ട് വാങ്ങട്. അങ്ങനെയാണ്. അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കയറ്. അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കൊടുക്കാണ്ട്. അങ്ങോട്ട് കേറ്റങ്ങള്. അല്ല കുഞ്ഞിപ്പാലത്താ, ഇത് ഇവിടെ വെച്ചെടുപ്പം എന്നിട്ട് ജയിലിൽ പോകേണ്ട ശവി നീ അവിടെ ഊറ്റി വെക്കാതല്ല പറഞ്ഞത്. അതിന് പായസം കന്നാലി കനാലില് നീ അങ്ങോട്ട് ഊറ്റി വെച്ചത് പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കാണിച്ചത് മാറി ഇതുപോലെ വെക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞു. മനസ്സിലായ അങ്ങനെ റെഡിയായില്ലേ? ഈ ശവിക്ക് ഞാനിതൊന്ന് പറഞ്ഞു കിട്ടാം മാഷേ. അങ്ങോട്ട് നീ എടുത്ത് തങ്കേ തങ്കേ എഴുന്നേര്. അസങ്ങോട്ടിരിക്കേ. നീ ആ മുട്ട ഒഴുകിയെടുത്തു. അപ്പോ ഇന്ന് നമ്മള് പോയിട്ട് മറ്റന്നാ അങ്ങോട്ട് വരും. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? തങ്കേ മുട്ടയുടെ എനിക്കല്ല, അങ്ങോട്ട് വെക്ക്. ആ കുഞ്ഞിപ്പാലോട്ടിരിക്കെ. ഞാൻ പിള്ളേരുടെ പണി ഇവിടം വരെ നോക്കട്ടെ. ഇതെന്തുകൊണ്ടോ നമ്മുടെ പിള്ളേരല്ലേ, രാത്രി നിറമ്പോക്കല്ലേ. സാരമില്ല, സാധനം ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ എന്തുവാ വേണ്ടെന്ന് വെച്ചാ കൊടുക്കണം. തങ്കമ്മേ എന്താ? നീ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇക്കുറി കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ഇക്കൊല്ലത്തെ പ്രോഗ്രാം അസൽ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പോവാട്ടാ. എനിക്ക് കാണണ്ട. അതെന്താ അങ്ങനെ? തങ്ങ നീ എവിടേക്ക് ഓർണത്? എന്താ വേണ്ടത്? അമ്മ കരച്ചെണ്ടെങ്കിൽ ലേശം കൊണ്ടുവന്നേ.
ആയി നീ എത്ര വലിയ വാർത്തകളൊന്നും പറയണ്ടടി. വെറുതെ ഒന്നല്ലടി, ഓശാരത്തിനല്ല, ഉറുപ്പിയോ ഒന്നും രണ്ടല്ല, 10,000 രൂപ ഞാൻ മടക്കിയേക്കണേ ബിസിനസിന് വേണ്ടിട്ട്. അത് നിനക്കും കൂടെ ചേർത്തിട്ടാ. നീ എന്തിന്റെ വെറുതെ തൊള്ള കളിക്കുന്നത്? അവനൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. അവനും കൂടി അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. നീ വലിയ ഏറിയ നീ ഞാൻ കേട്ടത്. അത് എന്റെ അടുത്തേക്ക് വേണ്ടാട്ടാ. ഇത് വെറുതെ ഒന്നല്ലടി, കാശ് കൊട്ടുന്നു, ചക്കാത്തിനൊന്നല്ല. എന്തുകൊണ്ട് നീ എന്റെ മുഖത്തോക്കി വിളിച്ച് പട്ടിന്ന? ആ ശബിയോടൊന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യം? എന്തുകൊണ്ടോ എന്റെ ഇന്ന് കാശും പഠിച്ച് തന്റെ പെണ്ണെ കൊണ്ട് തെറി വിളിപ്പിക്കുക? ഇത് നമുക്ക് പറ്റില്ല. കുഞ്ഞിപ്പാൽ ഇന്നവരെ ഒരു പെണ്ണിന് തെറി കേട്ടിട്ടില്ല. എനിക്ക് തന്റെ ബിസിനസ്സും വേണ്ട, തന്റെ പെണ്ണും വേണ്ട. അളിയൻ എന്ത് പറയുന്നേ? എനിക്കൊന്നും പറയാലോ, ഞങ്ങൾ പോവാ. അല്ല അൽപ്പ എന്തുണ്ടാ നോക്കി നിൽക്കുന്നത്? ഇറക്കണ ചാരായകട. അളിയൻ വെച്ച് കാര്യം പറ. എനിക്കൊന്നും പറയാലോ, തന്റെ പെണ്ണോട് പോയി ചോദിക്കണം. എനിക്ക് തന്റെ ബിസിനസ് വേണ്ട, അതിന്റെ ലാഭവും വേണ്ട. ഏതാണ്ട് കാശ് തന്നേ. ആശം ബഹളം വെക്കാതെ. എന്താ എന്താ പറയാലോ? എനിക്ക് ഈ ബിസിനസ് വേണ്ട, തന്റെ കാശിട്ട് തന്നേ. തന്റെ കൊത്തോട് തന്നെ പിടിച്ചോ. ഇല്ലേ കുഞ്ഞിപ്പാലനല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാം. എന്താ പണി ഇവിടെ നടന്നത്? നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നോക്ക്. ധിക്കാരം പറയും. നിനക്കറിയോ അയാൾ ആരാണ്? നീ തിന്നുന്ന ചോറ അയാളുടെ കാശാ. അയാളാ ബിസിനസ്സിൽ മൊത്തം പണം മുടക്കിയിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? നീ എന്ത് വേണമെന്നോ? അയാൾ പറയുന്ന എന്തും ചെയ്തു കൊടുക്കണം. നമുക്ക് 10 പൈസ ഉണ്ടാക്കാനുള്ള വരിക. അതിനെന്നെ കിട്ടത്തില്ല. ഇനി ആ നാറി ഇങ്ങോട്ട് വന്നു നീ അയാളെ തെറി വിളിക്കും അല്ലേടി? വിളിക്കും വിളിക്കും വിളിക്കും. എന്തുണ്ടപ്പോ ഈ കുഴപ്പം? എന്റെ ഈശോ, എന്താ ഈ സംഭവം? വരൂ വരൂ.
കൊന്ന അപ്പു. ഞാൻ ആ കൊട്ടോടി കൊന്നു. അതെ അപ്പു, എനിക്കിനി മരിച്ചാ മതി.